ഇതാണ് ജാതിക്ക. ഞങ്ങള് വീടുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന പാർട്ടില് ജാതി മരം കണ്ടേ. അപ്പൊ ജാതിക്ക പച്ചക്ക ഞാൻ പച്ചക്ക് തിന്നാനാണ്. കറയുണ്ട് ഇതില്. ഇത് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ? ഒത്തിരി നാളെ നിന്നിട്ട്. നല്ല പുളിയുണ്ട്. കുറച്ച് പറിച്ചോണ്ട് പോവാണേ. ജാതിക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കാം, പിക്കിൾ ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ചമ്മന്തി ആക്കാം. ഞാനിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാം. തിന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് മിക്സിയിൽ അരയ്ക്കാനല്ലേ, അപ്പം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഞാനിത് പറയുന്ന കേട്ടാൽ വലിയ സംഭവമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്കിന്നലെ ജാതിക്ക കിട്ടിയത് കൊണ്ട് ഞാനിന്ന് ചെയ്യുന്നതേ ഉള്ളേ. ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ചതച്ചെടുക്കാവുന്നു. ഈ പരുവായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, കാന്താരിയാണ് ഞാനിട്ടത്, വീട്ടിലുണ്ടായിരുന്നതാ. അപ്പോൾ അതിൻ്റെ കൂടി ഒരു നുള്ളി ഇഞ്ചി, നിങ്ങൾക്ക് പച്ചമുളകോ ചുമന്ന മുളകോ ഒക്കെ അടയ്ക്കാം. അതും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കണം. നാട്ടിലെ ഉപ്പിന് ഭയങ്കര ഉറയായിരുന്നു, ഞാൻ ഇട്ട എപ്പോഴും കൂടിപ്പോവായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇടാനുള്ളേ. ബാക്കി തേങ്ങയും കൂടെ അതിലോട്ട് വാരിയിട്ട് ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ഒട്ടും പുളിയൊന്നും ഇടേണ്ട, നല്ല പുളിയുള്ള ജാതിക്കായിരുന്നു. അപ്പോൾ ചമ്മന്തി അരച്ച് റെഡിയാക്കി കഴിഞ്ഞത് എളുപ്പമല്ലേ. ഇത് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയാണേ. ജാതിക്ക വയറിനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ജാതിക്ക ചമ്മന്തി റെഡിയായി. ഞാനിത് കൊച്ചു കൊച്ചു ഉരുളയാക്കി വെക്കും. 4 ഉരുളയാക്കുക. വീട്ടിൽ 4 പേരുണ്ട്. 4 പേർക്കും ചോറിന് ഓരോന്നങ്ങ് എടുത്താൽ മതിയല്ലോ. നിങ്ങൾക്കും ജാതിക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കിക്കോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ജാതിക്ക ചമ്മന്തി.